ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മെയ് 11, 2026. മാർക്കറ്റ് ഒരു പുതിയ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഗ്ലോബൽ ടെൻഷൻസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ യാതൊരു സംഭാഷണത്തിലും ഏർപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഏത് സമയവും ബേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഗ്ലോബൽ സിറ്റുവേഷൻ ഉള്ളത്. ക്രൂഡ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. 100-ന് താഴെ ക്രൂഡ് വരുമ്പോഴാണ് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ് എപ്പോഴും പറയാറുള്ളത്. അതിന് പുറമെ ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ്. പ്രധാനമന്ത്രി മോദി ഇന്നലെ ഒരു റാലിയിൽ പറഞ്ഞിരിക്കുന്നത്, കൊറോണ സമയത്തുണ്ടായിരിക്കുന്ന അതേ അലേർട്ട് വീണ്ടും വരുന്നു. വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യണം, കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കുറക്കണം, സ്വർണം വാങ്ങരുത്. ഇതൊക്കെ തന്നെ വരുന്ന ഒരു പ്രിക്കോഷൻ്റെ ഭാഗമാണോ? അതായത് കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഇന്ത്യയുടെ ഒരു ഷിപ്പും ഹോർമൂസ് കടന്നു വന്നിട്ടില്ല. സോ ഇതിനൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ധന പ്രതിസന്ധിയാണോ, അല്ലെങ്കിൽ വരാൻ പോകുന്നത് ഒരു ഇന്ധന പ്രതിസന്ധിക്കുള്ള കാരണമാണോ എന്നുള്ളത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചേക്കാം. അത് മാർക്കറ്റ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ഇതിന് പുറമെ ഈ പറയുന്ന ട്രംപിൻ്റെ പ്രസ്താവനകൾ വീണ്ടും ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന മീഡിയ പോസ്റ്റ്, ബീജിങ്ങിലേക്ക് പോകുന്നു, 13-ഉം 14-ഉം ചൈനയിലൊരു മീറ്റിംഗ് നടക്കുന്നു എന്നൊക്കെയാണ്. ഈ ആഴ്ച റിസൾട്ടുകൾ ഒരുപാട് വരാനുണ്ട്. സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വീണ്ടും ഉണ്ടാകും. ഇന്ന് തന്നെ, അതായത് ഈ മെയ് 11-ന് തന്നെ 49 കമ്പനികൾ ഇന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും ഇന്ത്യൻ ഹോട്ടൽസ്, അതുപോലെ തന്നെ JSW എനർജി, കാനറ ബാങ്കാണ്. മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള സിർമ SGS, അനന്ത് രാജ്, അബൌട്ട് ഇന്ത്യ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, നവാമ വെൽത്ത്, JB കെമിക്കൽസ്, UPL, ശ്യാം മെറ്റാലിക്സ് പോലുള്ള കമ്പനികളുണ്ട്. സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള പാരദീപ് ഫോസ്ഫേറ്റ്സ്, അർച്ചൻ കെമിക്കൽസ്, PVR, GR ഇൻഫ്രാ പ്രൊജക്ട്സ്, ഫാക്ച്വൽ അനലിറ്റിക്സ്, JBM ഓട്ടോ കമ്പനികളുണ്ട്. പിന്നെ മൈക്രോ ക്യാപ് കമ്പനികൾ ഒരുപാട് റിസൾട്ടുമായിട്ട് ഇന്ന് വരുന്നുണ്ട്. അതുപോലെ നാളെയുമുണ്ട്. ഈ ആഴ്ച ഏകദേശം 250-300ഓളം കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് 24,300-400 ലെവലുകൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവലുകളാണ്. നമ്മുടെ ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുന്ന സമയത്തും കോൾ റേറ്റേഴ്സ് വളരെ ആക്റ്റീവാണ്. അതേസമയം 23,750 to 23,850 വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണാണ്. അപ്പോൾ റിസൾട്ടുകൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ നിർണ്ണയിക്കും. അതിന് പുറമെ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ചലനങ്ങൾ, സ്വാഭാവികമായിട്ടും റുപ്പിയുടെ ഡിപ്രീസിയേഷൻ, ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കും. അതുപോലെ എസൻഷ്യൽ എനർജി സെക്ടറുകൾ, FMCG അടക്കമുള്ള സെക്ടറുകളിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ്